നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഉപജില്ലാ കലോത്സവ വേദിയിൽ നിന്നുള്ള കാഴ്ചകൾ മീഡിയ വിഷൻ ക്യാമറയിൽ പകർത്തിയപ്പോൾ തുടർന്ന് കാണാം കലോത്സവ വേദിയിലെ ദൃശ്യങ്ങൾ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടർന്നു. പ്രളയത്താൽ പല ജില്ലകളും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സഭാനാഥന്മാരെ, ഇതോ നീതി, ഇതേത് പുരുഷോത്തം. ഇവർക്ക് ധർമ്മത്തെയും നീതിയെയും കുറിച്ച് സംസാരിക്കാൻ എന്ത് അർഹതയാണുള്ളത്? പ്രതിപട്ടികയിൽ ഒന്നും രണ്ടുമല്ല 20-ലധികം പുരുഷന്മാരാണുള്ളത്. ഹേ സ്ത്രീ, പ്രതിപട്ടികയിൽ ഇരിക്കുന്ന ഏതൊക്കെ പുരുഷന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ട്? എവിടെ വെച്ച്, എങ്ങനെ പരിചയപ്പെട്ടു? തെളിവ് തരാനുണ്ടോ? ഇവരുടെ അടയാളങ്ങൾ വല്ലതും? ശശിമുഖി പാർവതി ദേവി പുത്രൻ ഓമൽ ഗണപതിക്കായി 1000 കൈ തൊഴുന്നേ. രാഗവും താളവും ചുവടും ശ്രുതിലയവും ഏതും പിഴച്ചിടായി വാ സരസ്വതി നമിക്കുന്നേ. ഉൾത്താരിൽ ദീപം വീട്ടി ഉത്തമ മാർഗം കാട്ടും. അതോടൊപ്പം തന്നെ സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഘോഷയാത്രയ്ക്ക് ശേഷം വലിയ പരിപാടി കലാപരി നടന്നിട്ടുണ്ട്. ഇന്ന് മുതൽ നമ്മൾ സ്റ്റേജുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മുതൽ 3 നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആകെയുള്ള വേദികൾ 6 വലിയ വേദികളും പിന്നെ 5 ചെറിയ വേദികളായിട്ട് സന്തോഷം മാത്രമാ മനക്കലില്ല. ഉണ്ണി പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാ തമ്പ്രാനും തമ്പ്രാട്ടിയും. ഒരു രാവിൽ ശയനത്തിൽ ശിവദർശനേ സ്വപ്നെ. വളരെ നല്ല ഭക്ഷണമായിരുന്നു. ഇത്രയും നല്ലൊരു ഭക്ഷണം ഒരുക്കി തന്ന
സാമ്പാർ, ചോറ്, അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തന്ന സ്കൂളില് പിന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കൊക്കെ നന്ദി പറയാം. PTA കമ്മിറ്റിയാണ് സബ് ജില്ലാ കലോത്സവത്തിന് ഭക്ഷണം ഏർപ്പാടാക്കിയത്. പിന്നെ ഏകദേശം 4 ദിവസത്തേക്ക് ഒരു 20,000 ആൾക്കാർ കൂടുതൽ ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 4,500 ആൾ ഭക്ഷണം കഴിക്കാനുണ്ടാവും. സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ വെജ് ബിരിയാണി കൊടുത്ത് ഇന്ന് 9 ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭക്ഷണം ഏർപ്പാടാക്കിയത്. ജർമ്മനിലുള്ള എല്ലാ കലോത്സവത്തിനും ഭക്ഷണം വിളമ്പുന്ന പരിചയസമ്പന്നരായ പിന്നെ തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. എന്തായാലും 4 ദിവസവും നല്ല ഭക്ഷണം കൊടുക്കാൻ PTA കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതിനുശേഷം ഞാൻ കോവളം ബീച്ചിലേക്ക് യാത്ര പുറപ്പെട്ടു. ബീച്ചിന്റെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത് കുറെ തെരുവ് പട്ടികൾ കാട്ടിക്കൂടുന്നതാണ്.